നിങ്ങൾക്ക് ഞാനൊരു വീഡിയോ കാണിക്കാം. ആദ്യം അതൊന്ന് കണ്ടിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. അതോ മുസ്ലിം വെറുപ്പാണോ? സ്വതന്ത്ര ചിന്തകൻ ഇസ്ലാമിക ഭാഗത്ത് നിന്ന് വന്നിട്ട് ഒരാൾ യഥാർത്ഥ സ്വതന്ത്ര ചിന്തകനാകണമെങ്കിൽ അവൻ മുസ്ലിം വെറുപ്പ് ഔൺസ് 3 നേരം പറഞ്ഞുകൊണ്ടിരിക്കണം എന്നാണ്. അപ്പൊ പാകിസ്ഥാന്റെ പിന്തുണയോടുകൂടി ഒരു മുസ്ലിം ഭീകരവാദ സംഘടന കാശ്മീരിൽ അക്രമം പ്രവർത്തിക്കുമ്പോൾ ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളൊക്കെ പ്രശ്നക്കാരാണ് എന്ന ഒരു പൊതു അഭിപ്രായം രേഖപ്പെടുത്തുകയും ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കെതിരെ ഇന്ത്യയിലെ ഒരു വിഭാഗം ജനങ്ങളെ തിരിക്കുകയും ചെയ്യുക എന്ന പാകിസ്ഥാൻ തീവ്രവാദികളുടെ, ഇസ്ലാമിക തീവ്രവാദികളുടെ അജണ്ട നടപ്പിലാക്കുന്ന ചില ആളുകളെ സ്വതന്ത്ര ചിന്തകർക്കിടയിൽ പോലും കണ്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. എന്തൊരു വിഷയം കിട്ടുമ്പോഴും മുഴുവൻ മുസ്ലിങ്ങളും പ്രശ്നക്കാരാണ് എന്ന ഒരു പ്രതീതി ഉണ്ടാക്കുന്നത് രാജ്യത്തിന്റെ ശത്രുക്കൾ. ഇന്ത്യ ഈ രീതിയിൽ ഒരു ജനാധിപത്യ രാജ്യമായി തുടരണമെന്ന് ഒട്ടും താല്പര്യമില്ലാത്ത ഇന്ത്യയുടെ പൊതുശത്രുക്കളാണ് ഇന്ത്യ രാജ്യത്തുള്ള ജനങ്ങൾക്കിടയിൽ വിഘടിപ്പും ഭിന്നിപ്പും അവർ തമ്മിൽ പരസ്പരം ശത്രുതയും ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർ. അവരാരായാലും, അവർ മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ആയാലും ഹിന്ദു ആയാലും BJP-കാരനായാലും ലീഗുകാരനായാലും കോൺഗ്രസ്സുകാരനായാലും നിരീശ്വരവാദിയായാലും യുക്തിവാദിയായാലും എക്സ്-മുസ്ലിം ആയാലും. ഈ സംസാരിക്കുന്നത് ആരെന്നറിയാമോ? ലിയാഖത്ത് അലി എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര ചിന്തകനാണ്, ഒരു എക്സ്-മുസ്ലിമാണ്. ആരിഫ് ഹുസൈനെ പോലെ മതം വിട്ടുകൊണ്ട് ഒരു എക്സ്-മുസ്ലിമായി മാറിയ ലിയാഖത്ത് അലിയാണ് ഇത്തരത്തിലുള്ള ഈ ഒരു പ്രസ്താവന നടത്തിയത്. പഹൽഗാമിലെ ആ ഒരു ഭീകരന്മാരുടെ ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെതായ ചില നിലപാടുകൾ തുറന്ന് സംസാരിച്ചത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. ഞാൻ കരുതിയത് പതിവ് പോലെ ഇദ്ദേഹത്തിൻ്റെ വീഡിയോയിലും ആരിഫ് ഹുസൈനും ജാമിദയും ഒക്കെ ചെയ്യുന്നത് പോലെ ഈ ഒരു പഹൽഗാം ആക്രമണത്തെ പിടിച്ചുകൊണ്ട് ഇതിലും അദ്ദേഹം മുസ്ലിം വിരുദ്ധതയും മുസ്ലിം വിദ്വേഷവും പറയുമെന്നാണ്. പക്ഷേ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൃത്യമായ നിലപാട് മനോഹരമായി കൊണ്ട് തന്നെ അദ്ദേഹം അതിനകത്ത് സംസാരിച്ചു എന്നുള്ളതാണ്. ഈ സംസാരിക്കുന്നത് ലിയാഖത്ത് അലിയാണോ എന്ന് പോലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ വിശ്വസിക്കാൻ പോലും സാധിക്കുന്നില്ല. നമുക്കറിയാം, ഈ പഹൽഗാമിലെ ഈ ഒരു ഭീകരന്മാരുടെ ആക്രമണത്തെ ഏറ്റുപിടിച്ചുകൊണ്ട് ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിമീങ്ങളെയും അത്തരക്കാരാക്കി മാറ്റാൻ ഇസ്ലാമിക വിരുദ്ധർ വലിയ രീതിയിൽ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അത്തരത്തിലുള്ള സംഘികളെക്കാളും ക്രിസംഘികളെക്കാളും ഏറ്റവും കൂടുതലും ഈ ഒരു വിഷയത്തിൽ പാകിസ്ഥാനിലെ ആ ഒരു ഭീകരവാദികൾ എന്താണോ ഉദ്ദേശിച്ചത് അത് നടപ്പിലാക്കാൻ ഏറ്റവും കൂടുതലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആരിഫ് ഹുസൈനും ജാമിദയും പോലെയുള്ള ഏറ്റവും വലിയ അപകടകാരികളായ തീവ്രവാദികളാണ്. ഒരുപക്ഷെ സംഘികളെക്കാളും ക്രിസംഘികളെക്കാളും ഈ ഒരു വിഷയത്തിൽ ഏറ്റവും കൂടുതലും മുന്നിട്ടിറങ്ങിയത് ജാമിദയും ആരിഫ് ഹുസൈനെയും പോലെയുള്ള അപകടകാരികളാണ്. മതം നോക്കി നീ ഹിന്ദുവാണോ മുസ്ലിമാണോ എന്ന് ചോദിച്ചുകൊണ്ട് ഓരോ മനുഷ്യരെയും വെടിവെച്ച് കൊലപ്പെടുത്തുമ്പോൾ അതിലാ പാകിസ്ഥാൻ ഭീകരവാദികൾ എന്താണോ ഉന്നം വെച്ചത്, എന്താണോ അവരുടെ ഉദ്ദേശം, അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ആരിഫ് ഹുസൈനെയും ജാമിദയുമാണ് നമുക്കെല്ലാവർക്കും കാണാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ ആ പാകിസ്ഥാനിലെ തീവ്രവാദികളെക്കാൾ ഏറ്റവും വലിയ തീവ്രവാദിയാണ് ഈ ആരിഫ് ഹുസൈൻ എന്ന് പറയുന്നവൻ. അവൻ തീവ്രവാദി മാത്രമല്ല, ഒരു ഭീകരവാദി കൂടിയാണ്. പണത്തിന് വേണ്ടി ഏതു സമയവും മുസ്ലിം വിരുദ്ധതയും വെറുപ്പും വിദ്വേഷവും പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് അവൻ്റെ പ്രധാന ജോലി എന്ന് പറയുന്നത്. അത്തരത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി അവൻ്റെ സമൂഹ മാധ്യമങ്ങളിലൂടെയും വാർത്താമാധ്യമങ്ങളിലൂടെയും ഒക്കെ ആ വർഗീയവാദി, ആ തീവ്രവാദി ഇതുപോലെ മതവർഗീയതയും വിദ്വേഷവും പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇന്ത്യയിൽ സാഹോദര്യത്തോടുകൂടി സ്നേഹത്തോടുകൂടി ജീവിക്കുന്ന ഹൈന്ദവരെയും മുസ്ലിമീങ്ങളെയും തമ്മിൽ തല്ലിപ്പിക്കാൻ ഈ വർഗീയവാദി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതേ ആരിഫ് ഹുസൈനെ പോലെ ഒരു എക്സ്-മുസ്ലിമായ ഒരു സ്വതന്ത്ര ചിന്തകനായ വ്യക്തിയാണ് ലിയാഖത്ത് അലി. പക്ഷെ അദ്ദേഹത്തിൻ്റെ ആ ഒരു നിലപാട് നിങ്ങൾ നോക്കൂ. എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം തൻ്റെ നിലപാട് തുറന്നു പറയുന്നത്. എല്ലാ വിഷയങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെയധികം മനോഹരമായിട്ടായിരുന്നു ലിയാഖത്ത് അലി അതിനെതിരെ പ്രതികരിച്ചത്. അദ്ദേഹം സംസാരിച്ച മറ്റുള്ള കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് കേൾക്കാം. മതം നോക്കി കൊലപ്പെടുത്തി എന്നത് ഇന്ത്യ രാജ്യത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളും പൊട്ടൻഷ്യൽ ജിഹാദിയാണ് എന്നതിനുള്ള തെളിവായി രേഖപ്പെടുത്തിയ സ്വതന്ത്ര ചിന്തകരോളം അപകടം ഒരു പാകിസ്ഥാൻ തീവ്രവാദിക്കും ഇന്ത്യയിൽ ചെയ്യാൻ കഴിയില്ല എന്നാണ് എന്റെ നിലപാട്. ഇതെന്റെ വ്യക്തിപരമായിട്ടുള്ള നിലപാട്. ഇന്ത്യയിലുള്ള മുഴുവൻ മുസ്ലിങ്ങൾ പൊട്ടൻഷ്യൽ ജിഹാദികളാണ് എന്ന് പെഹൽഗാം തെളിയിച്ചു എന്നൊരു മനുഷ്യൻ എഴുതണമെങ്കിൽ അത്തരം ആളുകൾ യഥാർത്ഥത്തിൽ പാകിസ്ഥാനി ഭീകരവാദികൾ അല്ലെങ്കിൽ ഇസ്ലാമിക ഭീകരവാദികൾ എന്താണോ ഇന്ത്യയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിന്റെ പ്രചാരകർ മാത്രമാണ്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ അഖണ്ഡതയെ തകർക്കാൻ വേണ്ടി പാകിസ്ഥാൻ ഭീകരവാദ സംഘടനകളുടെ ആഗ്രഹം നിറവേറ്റി കൊടുക്കാൻ വേണ്ടി ഉഴലൂതുന്നവരായി മാത്രമേ അത്തരം സ്വതന്ത്ര ചിന്തകരായാലും രാഷ്ട്രീയ പാർട്ടിക്കാരായാലും നമുക്ക് കാണാൻ പറ്റൂ. കാശ്മീരിൽ പ്രശ്നം ഉണ്ടാക്കണമെങ്കിൽ ഹിന്ദു മുസ്ലിം പ്രശ്നമായിട്ട് ഇതിനെ വളർത്തിക്കൊണ്ടുവരണം എന്ന പാകിസ്ഥാന്റെ കുതന്ത്രം അതേപടി ഏറ്റുപിടിക്കുന്ന മനുഷ്യർ ഇന്ത്യക്ക് ഭീഷണിയാണെന്നാണ് എന്റെ അഭിപ്രായം. ഏറ്റവും വലിയ മുസ്ലിം വിരുദ്ധർ എന്ന് പൊതുവിൽ അറിയപ്പെടുന്ന സംഘപരിവാറിന്റെ ആളുകളാണല്ലോ. അവരുടെ ഭാഗത്ത് നിന്നെങ്കിലും ഈ ഭീകരാക്രമണം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് മുസ്ലിങ്ങളെല്ലാവരും അപകടകാരികളാണ് എന്ന സ്റ്റേറ്റ്മെന്റ് വന്നോ? അവരെക്കാൾ മാരകമായ വിഷം ചീറ്റാൻ ഇവിടെ മതം ആവശ്യമില്ല എന്ന് പറയുന്ന ആളുകളിൽ ചില ആളുകൾ മുന്നോട്ട് വരുമ്പോൾ അവരെ ചൂണ്ടിക്കാണിക്കേണ്ടത് ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ എന്റെ ബാധ്യതയായി ഞാൻ കാണുന്നത് കൊണ്ടാണ് അത് പറയും. അതൊരു വ്യക്തിയെക്കുറിച്ചോ വ്യക്തികളെ കുറിച്ചോ അല്ല. ആ നിലപാടുള്ള മുഴുവൻ മനുഷ്യരും ഇന്ത്യയുടെ ശത്രുക്കളാണ് എന്ന് നമുക്ക് തീർത്ത് പറയാം. അവരുടെ ഇന്ത്യ സ്നേഹം എന്ന് പറയുന്നത് കേവലമായ മുസ്ലിം വിരുദ്ധത മാത്രമാണ്. അപ്പൊ പാകിസ്ഥാനിൽ ഇസ്ലാമിക ഭീകരവാദം ഇന്ത്യക്ക് നേരെ വരുമ്പോ ഇന്ത്യ രാജ്യത്തുള്ള മുസ്ലിങ്ങളെ കൂടി ആ ഭീകരരുടെ കൂട്ടത്തിലേക്ക് കൂട്ടിക്കെട്ടാൻ അവന്റെ താല്പര്യം എന്താണ് അവന്റെ രാഷ്ട്രീയം? എന്താണ് അവന്റെ താല്പര്യം? അവൻ ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കണോ? പാകിസ്ഥാൻ ഭീകരവാദികൾക്ക് വേണ്ടി സംസാരിക്കണോ?
ബുദ്ധി ഉണ്ടെങ്കിൽ ചിന്തിക്കും. നിങ്ങൾക്ക് മതമുണ്ടോ, മതമില്ലേ, നിങ്ങൾ ദൈവവിശ്വാസിയാണോ, ദൈവവിശ്വാസിയല്ലേ, ഇതൊന്നും ഈ വിഷയത്തിൽ അപ്രസക്തമായിട്ടുള്ള പോയിന്റാണ്. ഇന്ത്യയിലുള്ള മനുഷ്യരെ മതത്തിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുപ്പ് വളർത്താനും ശത്രുത വളർത്താനും ഇവിടെ അസ്വസ്ഥതകൾ ഉണ്ടാക്കാനുമുള്ള ശ്രമം നടത്തുകയും അതിനുവേണ്ടി മരുന്നിട്ട് കൊടുക്കുകയും ചെയ്യുന്നവർ ആരായാലും അവർ ഇന്ത്യ എന്ന രാജ്യത്തിന്റെ ശത്രുക്കളാണ്. രാജ്യത്തോട് കൂറില്ലാത്ത കേവലമായ വർഗീയത, കേവലമായ വെറുപ്പ്, കേവലമായ രാഷ്ട്രീയ തിമിരം ഇത് ബാധിച്ചവർ, ഇന്ത്യ എന്ന രാജ്യത്തോടുള്ള കൂറില്ലാത്തവർ, ഇന്ത്യ കെട്ടുറപ്പോട് കൂടി ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം എന്ന ചിന്തയില്ലാത്തവർ, ഇന്ത്യയുടെ ശത്രുക്കൾ. നോക്കൂ, ഈ വിഷയത്തിൽ പാകിസ്ഥാൻ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വിടുപണി ചെയ്യുന്നവരാണ് ഈ വിഷയത്തിൽ ഇത്തരം സ്റ്റേറ്റ്മെന്റ് നടത്തുന്നത് എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. അതിന് നിങ്ങൾക്ക് എന്ത് പേരിലും വിളിക്കാം. ഈ പഹൽഗാം അക്രമത്തിന്റെ പശ്ചാത്തലത്തിൽ ഓരോ മുസ്ലിമും പൊട്ടൻഷ്യൽ ജിഹാദിയാണ് എന്ന് പ്രഖ്യാപിക്കുന്നവൻ പാകിസ്ഥാൻ ഇസ്ലാമിക തീവ്രവാദികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയിൽ നടപ്പിലാക്കാൻ ശ്രമിച്ച കുടില പദ്ധതിയുടെ പ്രചാരകനാണ്. ഇത് ഞാൻ പറയുന്നല്ല, വിവേകമുള്ളവർ പറഞ്ഞത് നിങ്ങൾക്ക്, അറിവുള്ളവർ പറഞ്ഞത് നിങ്ങൾക്ക്, ഈ വിഷയത്തിൽ വൈദഗ്ധ്യമുള്ളവർ പറഞ്ഞത് നിങ്ങൾക്ക്. ഇന്ത്യ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ ഏറ്റവും നല്ല മാർഗം ഹിന്ദു മുസ്ലിം വൈര്യം വളർത്തലാണ് എന്ന പാകിസ്ഥാന്റെ ബോധ്യത്തിൽ നിന്ന് ആ കുതന്ത്രവുമായിട്ടാണ് ഇസ്ലാമിക ഭീകരവാദികളെ തോക്കും കൊടുത്ത് പരിശീലനം കൊടുത്ത് കാശ്മീരിന്റെ താഴ്വരയിലേക്ക് പാകിസ്ഥാൻ പറഞ്ഞു വിട്ടത് എന്ന് തിരിച്ചറിയാൻ മൂളയില്ലാത്തവൻ അത് ഇന്ത്യക്ക് അപകടമാണ്, ഇന്ത്യയുടെ സെക്യുലറിസത്തിന് അപകടമാണ്, ഇന്ത്യൻ ജനതയുടെ ഐക്യത്തിന് അപകടമാണ്. അവൻ സ്വതന്ത്ര ഇന്ത്യനായാലും, അവൻ മുസ്ലിം ആയാലും, അവൻ ക്രിസ്ത്യനായാലും, അവൻ നിരീശ്വരവാദിയായാലും, എക്സ് മുസ്ലിം ആയാലും പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. ഇതിന് നിങ്ങൾ ഇനിയിപ്പോ എന്നെ എന്തോ വിളിച്ചോ, നാളെ മുതൽ എനിക്കെതിരെ ഒരു യുദ്ധപ്രഖ്യാപനം വരും, അത് അറിഞ്ഞുകൊണ്ട് തന്നെ പറയുന്നത്. പക്ഷേ ഇത് പറയാൻ കേരളത്തിൽ സ്വതന്ത്ര ചിന്തകരിൽ നിന്ന് ഒരാളുടെ നാക്ക് പൊങ്ങുന്നില്ല എന്നതുകൊണ്ടാണ് പറയുന്നത്. ഈ തരത്തിൽ അക്രമം നടത്തുന്ന തീവ്രവാദിയെ, തോക്കുള്ള തീവ്രവാദിയെ വെറും കൈകൊണ്ട് നേരിടാൻ ശ്രമിച്ച് മരണപ്പെട്ടു പോയ മനുഷ്യൻ, ഈ 25 മനുഷ്യരുടെ കൂട്ടത്തിൽ 26ാമനായി മരിച്ച ആ മനുഷ്യനും ഇന്ത്യക്കാരനാണ് എന്ന വികാരമില്ലാത്ത മൃഗങ്ങൾ. നമ്മൾ 26 ഇന്ത്യക്കാരെ കുറിച്ചാണ് പറയുന്നത്. 25 ഹിന്ദുക്കളെ മാത്രം കാണുന്നവൻ, ഒരു മുസ്ലിമിനെ മാത്രം കാണുന്നവനേക്കാളും ഭീകരവാദി. വളരെയധികം വ്യക്തമായിക്കൊണ്ട് അദ്ദേഹം ആ കാര്യത്തിൽ സംസാരിക്കുന്നുണ്ട്. നോക്കൂ, പറയുന്ന കാര്യങ്ങൾ സത്യമായിക്കൊണ്ട് തന്നെ ഇതുപോലെ ആർജവത്തോടുകൂടി സംസാരിക്കാൻ നട്ടെല്ല് വേണം. പക്ഷെ അതുപോലെ നട്ടെല്ലില്ലാത്തവന്മാർ സമൂഹ മാധ്യമങ്ങളിലും വാർത്താമാധ്യമങ്ങളിലും ഇരുന്ന് വർഗീയതയും വിദ്വേഷവും ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ നോക്കൂ, ആരിഫ് ഹുസൈൻ എന്ന് പറയുന്നവൻ, അവൻ മതവിമർശനം എന്ന പേര് നടത്തുന്നത് മതത്തെ കളിയാക്കലാണ്, പരിഹസിക്കലാണ്. നോക്കൂ, നമ്മുടെ ഇന്ത്യ രാജ്യത്ത് മതമുള്ളവനും മതമില്ലാത്തവനുമുണ്ട്. അവൻ്റെ മതത്തെ വിശ്വസിക്കുന്നതോടൊപ്പം തന്നെ ആ മതത്തെ പ്രചരിപ്പിക്കാനുള്ള അവകാശമുള്ളപ്പോൾ ഇതുപോലെ നിരീശ്വരവാദികളായ ആളുകൾക്കും സ്വതന്ത്ര ചിന്തകർക്കുമെല്ലാം ഇത്തരത്തിലുള്ള മതത്തെ വിമർശിക്കാനുള്ള അനുവാദവും സ്വാതന്ത്ര്യവുമുണ്ട്. പക്ഷേ ആ ഒരു മതവിമർശനം എന്ന് പറയുന്നത് മാന്യമായ രീതിയിലായിരിക്കണമെന്ന് മാത്രം. പക്ഷേ ഈ ആരിഫ് ഹുസൈനെ പോലെയുള്ള ഇതുപോലെയുള്ള വർഗീയവാദികൾ, ഭീകരവാദികൾ, അവന്മാർ നടത്തുന്നത് മതവിമർശനമല്ല, നേരെ മറിച്ച് മതത്തെ കളിയാക്കലും പരിഹസിക്കലുമാണ്. പണ്ടുകാലങ്ങളിലുള്ള സ്വതന്ത്ര ചിന്തകരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് മനസ്സിലാകും അവരുടെ വിമർശനങ്ങളൊക്കെ വളരെയധികം മാന്യമായ രീതിയിലായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ മാറിക്കഴിഞ്ഞു. അത് പണത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു വിടുവേല മാത്രമായി മാറിക്കഴിഞ്ഞു. നോക്കൂ, ലിയാഖത്ത് അലി നടത്തിയ ഈ ഒരു പ്രസ്താവനയ്ക്ക് തൊട്ടു പിന്നാലെ ലിയാഖത്ത് അലിക്കെതിരെയും ഇപ്പോൾ ആരിഫ് ഹുസൈൻ രംഗത്തെത്തിക്കഴിഞ്ഞു. ആരിഫ് ഹുസൈൻ എന്ന് പറയുന്നവൻ ലിയാഖത്ത് അലി ഉന്നം വെച്ചുകൊണ്ട് അവനവൻ്റെ യൂട്യൂബിൽ കുറിച്ച പോസ്റ്റ് പ്രകാരമാണ്: കേരളത്തിലെ പല എക്സ് മുസ്ലിമീങ്ങളും സംഘി വളരുമെന്ന് പറഞ്ഞ് മാളത്തിലുളിക്കുന്ന തുരപ്പന്മാരായി പറയേണ്ടത് വിഴുങ്ങി മുസ്ലിമിന് നവോത്ഥാനം തടയുന്നവരായി മാറിയിരിക്കുന്നു. ലിയാഖത്ത് അലിയെക്കുറിച്ചാണ് ഇവൻ പറഞ്ഞു വച്ചത്. നോക്കത്തിന്റെ നിലപാട് കൃത്യമായി പറഞ്ഞതിന്റെ പേരിൽ ഇപ്പോൾ ലിയാഖത്ത് അലിയെയും ഒരു ജിഹാദിയാക്കി മാറ്റിയിരിക്കുകയാണ്. ലിയാഖത്ത് അലിയുടെ ആ വീഡിയോയ്ക്ക് താഴെ ആരിഫ് ഹുസൈൻ്റെ കൂട്ടാളികളും ഇസ്ലാമിക വിരുദ്ധരുമൊക്കെ നിരന്തരമായി കൊണ്ട് അദ്ദേഹത്തെ കളിയാക്കുന്ന, വിമർശിക്കുന്ന പലതരം കമൻറ്റുമായി രംഗത്ത് വരികയാണ്. അതിൽ ചില കമൻറ്റുകളൊക്കെ ഞാൻ വായിച്ചു പോകാം. സത്യം വിളിച്ചു പറയുന്ന ആരിഫിനോടുള്ള അടങ്ങാത്ത അസൂയയും പിറന്ന ഉമ്മത്തിനോടുള്ള സ്നേഹവുമാണ് നിന്റെ ഗീർവാണത്തിന് പ്രചോദനം. ദീനികളായവർ ഓരോരുത്തരും പൊട്ടൻഷ്യൽ ജിഹാദികളാണ്, അത് ശരിയാണ്. നീ വെള്ള പൂശാൻ ശ്രമിക്കുന്നു ലിയാഖത്ത്. നിന്നെപ്പോലെ ചിന്താശേഷിയുള്ളവരാണ് ബാക്കിയുള്ള ജനങ്ങളും. പിറന്ന ഉമ്മത്തിനോടുള്ള നിന്റെ സ്നേഹത്തിന്റെ പ്രതീകമാണ് ഇത്തരം ന്യായീകരണം. ലിയാഖത്തിലെ ഇസ്ലാം ഉണരുന്ന ലക്ഷണം കാണുന്നവരുണ്ടോ? ഇപ്പോഴും പൂർണ്ണതോതിൽ ഇസ്ലാം ശരീരത്തിൽ നിന്നും പോയിട്ടില്ല. പാകിസ്ഥാൻ എന്ന് കേൾക്കുമ്പോൾ ലിയാഖത്തിന്റെ ഉള്ളിൽ ഒരു വേദന ഉണ്ടാക്കുന്നുണ്ട്, സ്വാഭാവികം. നോക്കൂ, ഇതുവരെ സംഘികളുടെയും ക്രിസ്സംഘികളുടെയും അതോടൊപ്പം എക്സ് മുസ്ലിമീങ്ങളുടെയും ഒക്കെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്ന, ഇതുവരെ പ്രശംസിച്ചിരുന്ന ലിയാഖത്ത് അലിയെ ആ ഒരൊറ്റൊരു വീഡിയോയിലൂടെ തന്റെ നിലപാട് പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹത്തെ ജിഹാദിയാക്കി മാറ്റുകയാണ്. ഒറ്റ വീഡിയോയിലൂടെ അദ്ദേഹം അവരുടെയെല്ലാം ശത്രുവായി മാറുകയാണ്. നിങ്ങൾക്കറിയാം, റമളാൻ മാസത്തിൽ പിറകണ്ട സമയത്ത് ആ ചന്ദ്രക്കലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. എൻ്റെ ആ ഒരു വീഡിയോ എടുത്തുകൊണ്ട് ലിയാഖത്ത് അലിയും റിയാക്ട് ചെയ്തിരുന്നു. പക്ഷേ ഞാൻ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ അദ്ദേഹം വളരെയധികം മനോഹരമായിട്ടായിരുന്നു പ്രതികരിച്ചത്. നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഏത് വിഷയത്തിലും പ്രതികരിക്കാം, പക്ഷെ അത് മാന്യമായ രീതിയിലായിരിക്കണമെന്ന് മാത്രം. എന്നോട് വളരെയധികം ബഹുമാനത്തോടു കൂടി തന്നെ, സ്നേഹത്തോടു കൂടി തന്നെ മാന്യമായ രീതിയിലായിരുന്നു അദ്ദേഹം പ്രതികരിച്ചത്. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു വിഷയത്തിൽ തിരിച്ചു പ്രതികരിക്കാൻ തന്നില്ല. മാന്യമായ രീതിയിലാണെന്നുണ്ടെങ്കിൽ തിരിച്ചു മാന്യമായ രീതിയിലും, ഇനി അതല്ല നേരെ മറിച്ച് ചൊറിയാനാണ് ഉദ്ദേശമെന്നുണ്ടെങ്കിൽ അതുപോലെ ചൊറിയാനും എനിക്കറിയാം.